നമസ്തേ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികളോട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ കുട്ടികളോട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അതാകുമ്പോൾ തെറ്റുമോന്ന് ഒരു പേടിയും വേണ്ട. ഓക്കെ, ഇത് നമ്മൾക്ക് മാത്രമല്ല കുട്ടികൾക്കും പുറത്ത് ആരോട് സംസാരിക്കാനുമുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. തുടക്കത്തെ തെറ്റ് പറ്റിക്കോട്ടെ, ഇപ്പം എന്താ കുഴപ്പം? അത് വീണ്ടും വീണ്ടും പറയുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം നമ്മൾ അടിപൊളിയായിട്ട് സംസാരിക്കും. അപ്പൊ തുടങ്ങാം. സ്കൂളിൽ നിന്ന് കുട്ടികൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കാം, അവന്റെ മറുപടി എന്തായിരിക്കും, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു സാങ്കല്പിക കോൺവെർസേഷൻ ആണ്, ഇതുപോലെ തന്നെ പറയണമെന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ചെറിയ ഗ്രാമർ ടിപ്പ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. കുഞ്ഞ് ആദ്യം എന്തായിരിക്കും പറയാ? വീട്ടിലെത്തി. ഓക്കെ, ഹായ് അമ്മ എന്ന് വിളിച്ചിട്ടായിരിക്കുമല്ലോ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് തിരിച്ചു പറയും? ഒരു ഹായ് പറയാം. ഓക്കെ, ഹായ്, ഹൗ വാസ് യുവർ ഡേ? ഹായ്, ഹൗ വാസ് യുവർ ഡേ അറ്റ് സ്കൂൾ? ഇന്ന് സ്കൂളിൽ നിന്റെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അപ്പൊ കുഞ്ഞുങ്ങൾ എന്തായിരിക്കും പറയാ? നന്നായിരുന്നു, ഞാൻ കുറച്ചു നേരം പഠിച്ചു, കളിച്ചു എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, കുഞ്ഞ് എന്തായിരിക്കും പറയാ? ഇറ്റ് വാസ് ഫൺ, ഐ പ്ലേഡ് ആൻഡ് ലേൺഡ് ടു. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് പറയും? ദാറ്റ്സ് ഗ്രേറ്റ്, വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഓക്കെ, ഇപ്പൊ കുഞ്ഞ് എന്താ പഠിച്ചതെന്ന് പറയൂലോ. വി ലേൺഡ് അബൌട്ട് വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസിനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചതെന്ന് കുട്ടി പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താ തിരിച്ചു പറയാം? വാവ്, വിച്ച് ആനിമൽ ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? നിനക്ക് ഏത് ആനിമലിനെയാണ് ഏറ്റവും ഇഷ്ടമായത്? അപ്പൊ കുട്ടി ഏതെങ്കിലും ആനിമലിന്റെ പേര് പറയും. ഓക്കെ, ഇവിടെ ഞാൻ ഐ ലൈക്ക് ടൈഗർ, ഐ ലൈക്ക് ദ ടൈഗർ. ഇനി നമുക്ക് എന്ത് ചോദിക്കാം? വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഓക്കെ, ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? അപ്പൊ കുഞ്ഞു പറയും, യെസ് അമ്മ, എനിക്ക് വിശക്കുന്നുണ്ട്. യെസ് അമ്മ, വെരി ഹംഗ്രി, ഐ എം ഫീലിംഗ് വെരി ഹംഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ ഭക്ഷണം ഇരിക്കുന്നുണ്ട് പറഞ്ഞു എങ്ങനെ കൊടുക്കാം? ഹിയർ ഈസ് യുവർ സ്നാക്ക്, ഹിയർ ഈസ് യുവർ സ്നാക്ക്. അപ്പൊ കുഞ്ഞെന്ത് പറയും? വാവ്, യമ്മി, താങ്ക് യു. രുചികരാണ്, താങ്ക് യു അമ്മ എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ്സ് യമ്മി, താങ്ക് യു. ഇനി ഒരു കുട്ടി ഗ്രാമറും കൂടെ പഠിക്കാം. ഭയങ്കര എളുപ്പാട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസ് ഞാൻ പറയാം, അത് കറക്റ്റ് ആണോ അതോ റോങ് ആണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഡിഡ് യു വെന്റ്? ഐ റിപ്പീറ്റ്, ഡിഡ് യു വെന്റ്? ആലോചിച്ച് നോക്കിയോ? ഇത് തെറ്റാണ്. എന്തുകൊണ്ടാ തെറ്റെന്നറിയോ? നമ്മളെപ്പോഴും ഡിഡ് ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യണം. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? ഡിഡ് യു വെന്റ്? ഇതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? വെന്റ് എന്ന് പറയുന്നത് ബേസ് ഫോം അല്ല. വെന്റിന്റെ ബേസ് ഫോം എന്താ? ആലോചിച്ച് നോക്കേ. വെന്റിന്റെ ബേസ് ഫോം ഗോയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കറക്റ്റ് ആക്കാം? ഡിഡ് യു ഗോ? നീ പോയോ? ഡിഡ് യു ഗോ എന്ന് വേണം പറയാൻ. സിമ്പിൾ അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ? ഡിഡ് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. തീർന്നു. എളുപ്പമല്ലേ? അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടേ? ആദ്യത്തെ കോൺവെർസേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അത് കൂടാതെ ഡിഡ് ഉപയോഗിച്ച് ആരോടെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുക നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.